ക്രൈം ചെയ്യുന്ന ആളുകളുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് അവരുടെ ചിന്ത ശരിയാണ് എന്നുള്ള തരത്തിലാണ് അവരുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത്. മാധ്യമങ്ങൾ പോലും ഒരു തരത്തിൽ ഇതിന് കാരണമാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇന്നത് കാണണം എന്നൊക്കെയുള്ള മറ്റേ സാധനം ഉണ്ടെങ്കിലും ഒരു വലിയ ക്രൈം ആയിട്ടുള്ള സിനിമകൾ ചെറിയ കുട്ടികളും കാണുന്നുണ്ട്. ഈ വെഡിങ്ങിൽ നിന്ന് പിന്മാറിയാൽ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന അപമാനം, അതായത് ഇവർക്ക് ആ അപമാനത്തെക്കാൾ ചെറുതാണ് ഒരു മനുഷ്യനെ അതെ, ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിൽ നിന്നും തിരിച്ചു ഇറങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യമില്ലാതിരിക്കുക. ഇതാണ് പ്രണയം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു തെറ്റിദ്ധാരണ ഒക്കെ കൊണ്ട് അതൊരു കുറ്റകൃത്യത്തിലേക്ക് ചെന്ന് അവസാനിക്കാം. ക്രൈം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും കേൾക്കാനും അറിയാനും പറയാനും ഒക്കെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ പറയുന്നത് ക്രൈം റേറ്റുകൾ കൂടുന്നു എന്നാണ്, പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം. ഇപ്പൊ കേരളത്തിലും അത് കുറവൊന്നുമല്ല. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്നൊരു കൊലപാതകം, ആ കൊലപാതക കേസ് മീഡിയ അറ്റൻഷൻ വളരെ കൂടുതലാണ് ആ കേസിന്. അതെന്ന് പറയുന്നത് പൂനെയിലെ ഒരു വ്യവസായി, 26 വയസ്സുള്ള കേതൻ അഗർവാൾ എന്ന് പറയുന്ന വ്യവസായിയെ പ്രതിശ്രുത വധുവും ആൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സമാനമായ രീതിയിലുള്ള ഒരു കൊലപാതകം കുറച്ചു കാലം മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഹണിമൂൺ മർഡർ എന്ന രീതിയിലായിരുന്നു അന്ന് മീഡിയകൾ അതിന് പേരിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഹണിമൂൺ മർഡറിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന കേതൻ അഗർവാളിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതിന് ഒരു സമാനമായ പാറ്റേൺ ഇതിന് രണ്ടിനുണ്ട്. ഇപ്പൊ സ്വാഭാവികമായും ഈ രണ്ട് കേസുകളിലും ആദ്യം ഇതൊരു ആക്സിഡന്റ് ആയി ചിത്രീകരിക്കുന്നു, ആ രീതിയിലേക്ക് പ്രചരണങ്ങൾ വരുന്നു, പിന്നീട് സാഹചര്യ തെളിവുകളാണ് ഇത് മർഡർ ആണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. എന്തായിരിക്കും ഈ ക്രൈം റേറ്റുകൾ കൂടാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളോ എന്ത് തരത്തിലുള്ള ആക്രമണങ്ങളോ വർദ്ധിക്കാൻ കാരണമാകുന്നത്? അതിന്റെ പിന്നിലൊരു ലോജിക്ക് എന്താണ്? ഇതിന്റെ പിന്നിലിപ്പോ ഈ പറഞ്ഞ 2 കൊലപാതകം ഇത് മാത്രമല്ല, ഭാര്യയും കാമുകനും ചേർന്നിട്ട് ഭർത്താവിനെ കൊന്ന് ബോഡി കഷ്ണങ്ങളാക്കി വീപ്പയ്ക്കുള്ളിൽ ഇട്ടിട്ട് സിമെന്റ് ഇട്ട് അടച്ചു. എന്നിട്ട് ഇവര് ഫാമിലിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഈ ഭർത്താവിന്റെ നമ്പറിൽ നിന്ന് ഫാമിലിക്ക് മെസ്സേജ് അയക്കുന്ന അത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ഭർത്താവിനെ കൊന്നിട്ട് വീടിനുള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു ബോഡി മറവ് ചെയ്തിട്ട് കാണാനില്ലെന്ന് പരാതി കൊടുത്തു. പക്ഷെ അന്വേഷണം ചെന്നെത്തിയത് ഈ ഭാര്യയിലേക്കാണ്. പക്ഷെ ഈ ഭാര്യ പറയുന്നത്, അതിന് കുറ്റം സമ്മതിച്ചു, അവർ കാരണമായിട്ട് പറയുന്നത് വർഷങ്ങളായിട്ട് ഈ ഭർത്താവ് അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ ഒരു അടിക്ക് ശേഷമാണ് ഈ പിന്നെ ഭർത്താവിനെ കൊല്ലാൻ ഇവർ തീരുമാനിക്കുന്നതും പ്ലാൻ ചെയ്തിട്ട് കൊല്ലുന്നതും. വാർത്തകളിൽ നിരന്തരം വരുന്നതും അല്ലാത്തതുമായിട്ട് ഒരുപാട് ക്രൈം ഇതുപോലത്തെ ഈ പാറ്റേണിലുള്ള ക്രൈമുകൾ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സൈക്കോളജി നമ്മളിങ്ങനെ വിദഗ്ധരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ചിലത് ഇമ്പൾസീവായിട്ട് ചെയ്യുന്നതായിരിക്കാം, മറ്റേത് പക്ഷെ ചിലത് ഇപ്പോ നേരത്തെ പറഞ്ഞ കേതന്റെ കേസൊക്കെ വരുന്നത് അത് പ്ലാൻഡ് ആയിട്ടാണ് ആ മർഡർ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടാകാം, ഒരാൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലാതിരിക്കാം. അപ്പൊ താല്പര്യമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പോവാൻ അയാൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അയാളെ വിടാൻ മറ്റേയാളും അനുവദിക്കണം. ഈ കാര്യം നടക്കാതിരിക്കുമ്പോഴാണ് ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് ഇത് പോകുന്നത്. ഈ ക്രൈം ചെയ്യുന്ന ആളുകളുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് അവരുടെ ചിന്ത എന്ന് പറയുന്നത് അവരുടെ ചിന്ത ശരിയാണ് എന്നുള്ള തരത്തിലാണ് അവരുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം? അപ്പുറത്തുള്ള ആള് പിന്നെ ഒരു മനുഷ്യനല്ല, അവർക്ക് മുന്നിലുള്ള ഒരു തടസ്സമാണ്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തടസ്സമാണ്. ഈ തടസ്സത്തെ എങ്ങനെ നീക്കാം, അങ്ങനെയാണ് പല ക്രൈമും നടക്കുന്നത്. ഈ കേതന്റെ മർഡറിന്റെ കാര്യം വരുമ്പം പറഞ്ഞത് ഏറെക്കുറെ കാര്യമാണ്, അത് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഇത് കുറെ കാലത്തെ പ്ലാനിങ്ങിന് ശേഷം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു മർഡറാണ്. നിരന്തരമായിട്ട് ഇവര് സെർച്ച് ചെയ്തിരുന്നു ഈ കുറ്റകൃത്യം എങ്ങനെ പിടിക്കപ്പെടാതെ നടത്താം, അതുപോലെ തന്നെ ഇതിന്റെ തെളിവുകളൊക്കെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള സാധനങ്ങളൊക്കെ ഇവർ കൃത്യമായിട്ട് ഈ ഡാർക്ക് വെബിലും അതുപോലെ ChatGPT-യോടും ഗൂഗിളിലും എല്ലാം നിരന്തരമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. പല നിയമവിദഗ്ധരോടും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരെ ഇവർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ. ഇത്തരം സാധനങ്ങൾ ഇവര് നടപ്പിലാക്കി കഴിയുമ്പോഴും ഇത് നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് അതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇപ്പം ഈ മേഘാലയയിലെ കേസിലാണെങ്കിലും ഈ കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതാണ്. അതായത് ഒരു തെളിവുകളില്ല, കൃത്യമായിട്ടുള്ള തെളിവുകളുള്ള രേഖകളല്ല ഹാജരാക്കിയിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് എങ്ങനെയൊക്കെ അവര് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ കാണിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ 2 കേസുകളിലേക്ക് സ്പെസിഫിക്കലി എടുത്താൽ
ഈ 2 കേസുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആക്സിഡന്റുകളാക്കി ചിത്രീകരിക്കപ്പെട്ട കേസുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ കേസിൽ ഇതിലെ പ്രതിയായിട്ടുള്ള ആൾക്ക് ജാമ്യം കിട്ടുന്നതും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളുടെ അഭാവം തന്നെയാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഷാരോൺ മർഡർ അല്ല ഒരുപാട് കേസുകൾ, മർഡർ തന്നെയാണെന്നില്ല, അല്ലാത്ത റേപ്പ് പോലുള്ള ക്രൈമുകൾ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ നടി ആക്രമിക്കപ്പെട്ട കേസുണ്ട് ഒരു ഭാഗത്ത്. അപ്പൊ മീഡിയ ആഘോഷിക്കുന്ന മീഡിയ ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്ന നിരവധി കേസുകൾ ഈ സ്ഥലത്തുണ്ട്. പക്ഷെ ഇതായിരിക്കില്ല യഥാർത്ഥത്തിൽ കോടതിയിൽ എത്തുമ്പോഴുള്ള സാഹചര്യം. അവിടെ സ്വാഭാവികമായും ഈ നിയമങ്ങളിലെ ലൂപ്പ് ഹോളുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഇവർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ അത് നോക്കിയിട്ട് ജാമ്യം കിട്ടാനോ അല്ലെങ്കിൽ അതിന് പുറത്ത് കടക്കാനോ ഉള്ള ഒരു സാധ്യത ഇത്തരം ക്രൈമുകളിൽ കൂടുതലാണ്. അത് പ്രത്യേകിച്ച് നീ പറയുന്ന പോലെ ദൃക്സാക്ഷികളില്ല, മറ്റ് CCTV ഫുട്ടേജുകളില്ല, ഈ ചാറ്റ് ഹിസ്റ്ററി നമുക്കത് ഡിലീറ്റ് ചെയ്താലും റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിനെടുക്കുന്ന കാലതാമസമുണ്ട്. പിന്നെ പ്രോസിക്യൂഷൻ ഈ പറയുന്ന വാദങ്ങളൊന്നും ശരിയായ രീതിയിൽ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ കേസ് സ്വാഭാവികമായിട്ടും വീക്കാവുകയും അത് മാധ്യമങ്ങൾ കൊടുക്കുന്ന അറ്റൻഷൻ അപ്പുറത്തേക്ക് കേസുകൾ വീക്കാവുന്നതിന് സഹായിക്കുകയും സ്വാഭാവികമായും ആ കേസിൽ പ്രതിയായി നിൽക്കുന്ന ആൾക്ക് ജാമ്യമോ അല്ലെങ്കിൽ അയാൾ കുറ്റവിമുക്തനാവാനോ ഉള്ള സാധ്യത കൂടുതലുമാണ്. ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ചേർക്കാൻ വിചാരിക്കുകയാണ്. അതായത് പിന്നെ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടായിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ടാണ് ഈ വലിയൊരു റിസ്ക് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവരിത് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു സൈക്കോളജി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈ കുറ്റവാളികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ പറയുന്നത്, അതായത് ഒരു മനുഷ്യന് ഇങ്ങനത്തെ ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് ഹൈ റിസ്ക് ബിഹേവിയറൽ കാറ്റഗറിയിലാണ് ഇവരെ പെടുത്തിയിരിക്കുന്നത്. ഈ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇതിന്റെ 4 ഭാഗങ്ങളാണുള്ളത്. ജനിച്ച് വീഴുമ്പോൾ അയാൾക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ അതായത് പറയുമ്പോൾ ഈ നാഡീവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചില വികാരങ്ങൾ എല്ലാവരെയും പോലെ ആയിരിക്കില്ല വർക്ക് ചെയ്യുന്നുണ്ടാവുക. അത് അങ്ങനെയുള്ള ആളുകളിൽ ഈ കുറ്റകൃത്യം ഭാവിയിൽ അവരുടെ മറ്റ് സാഹചര്യങ്ങൾ കൂടെ പരിഗണിച്ച് ഈ കുറ്റകൃത്യത്തിലേക്ക് നീങ്ങാനുള്ള കുറ്റകൃത്യം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ഈ കുട്ടി വളരുന്ന സാഹചര്യം, വീട് ഒരു എപ്പോഴും ബഹളങ്ങളും വഴക്കും അസ്ഥിരതയും ഒരു സുരക്ഷയും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ വളരുന്ന പലതും സാമ്പത്തികമായിട്ടും ദാരിദ്ര്യം, പിന്നെ അല്ലെങ്കിൽ ഈ പീഡനം, അങ്ങനെ എന്ത് സാഹചര്യത്തിലും വളരുന്ന ഒരു കുട്ടി ഭാവിയിൽ എന്തെങ്കിലും ക്രൈം ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള സിനിമകൾ ഒരുപാട് കാണുന്നുണ്ട്. നമ്മൾ ഈ റീസെന്റ് ഇറങ്ങിയ ഒരു സിനിമ തന്നെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതെ നമ്മളത് പറയുകയും ചെയ്തു. ആ ഘട്ടം കഴിഞ്ഞിട്ട് ഈ കുട്ടി പിന്നെ ചെല്ലുന്നത് നമ്മളെ സമൂഹത്തിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അപ്പൊ ഈ സമൂഹം എന്ന് പറയുന്നത് സ്കൂളായാലും പിന്നെ സാമൂഹികമായിട്ടുള്ള ഇവർക്ക് ഉണ്ടാവുന്ന അകൽച്ച, സ്കൂളില് ഉള്ള ഒറ്റപ്പെടലുകൾ, ഒരു കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവൻ ആദ്യമായിട്ട് എക്സ്പോഷർ ചെയ്യുന്നത് കൂട്ടുകാരാണ്. ഈ കൂട്ടുകെട്ട് എന്തായിരിക്കും, ഇതൊക്കെ ഒരു മനുഷ്യനെ അയാളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും. പിന്നെ നമ്മളുടെ ബ്രെയിനിലെ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ എടുത്തു ചാടി ചെയ്യുന്ന പല കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തിന്റെ എന്തെങ്കിലും തകരാറ് മൂലം അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കാതിരിക്കുന്ന അതിന് പല കാരണം നാഡീപരമായിട്ടുള്ള പല കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള 4 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാം. ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ഭാവിയിൽ വലിയ കുറ്റവാളികളാകുമെന്നല്ല. ഈ കുറ്റവാളികളാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൈമുകളിൽ ഉൾപ്പെട്ട ആളുകളുടെ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും. പിന്നെ ഇതിനകത്തൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മുന്നേ കൂട്ടി തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പരിഹാരം കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിക്ക് സ്കൂളിൽ അവൻ ഒറ്റപ്പെടുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ടീച്ചർ അത് കണ്ടെത്തി ടീച്ചർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. വീട്ടിൽ ഉള്ള പെരുമാറ്റം കണ്ടിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ പറ്റും. പക്ഷെ ഇതിന്റെ ദുരന്തം കിടക്കുന്ന എവിടെയാന്ന് വെച്ചാല് ഇത് അറിയുന്ന ആളുകളല്ല ഈ പാരന്റ്സ് എന്ന് പറയുന്നത്. ഈ കുട്ടി വളർന്ന് ഭാവിയിൽ ഒരു സ്വതന്ത്ര മനുഷ്യനാകും. അയാൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്, എമ്പതി ഉള്ള മനുഷ്യനായി തീരേണ്ടതാണ് എന്നുള്ള ബോധം ആദ്യം വേണ്ടത് പാരന്റ്സിന്. പക്ഷെ നേരത്തെ പറഞ്ഞത് ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ
സൊസൈറ്റിയിലുള്ള പാരന്റിങ് എന്ന് പറയുന്നത് അവയർനെസ് കുറവാണ് അതിന്. അവയർനെസ് ഇല്ല. നമ്മളിപ്പോഴാണ് അതിനെപ്പറ്റി സംസാരിച്ച് അതെ, awareness ഇല്ല. തുടങ്ങുന്നത്. കാരണം മുന്നേ എനിക്ക് നല്ല തല്ല് കിട്ടിയിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോ പിന്നെ അതുകൊണ്ട് ഞാൻ ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നന്നായിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ കുട്ടീനെ രണ്ട് തല്ലിയാലും കുഴപ്പമില്ല, അത് അവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്ന, അത് വളരെ മോശം എന്നല്ല പറയുന്നത്, അത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിന്തയാണ്. കാരണം ഈ പാരന്റ്സ് വളർന്ന സാഹചര്യത്തിലല്ല അവരുടെ കുട്ടികൾ ഇപ്പൊ വളരുന്നത്. അവർക്ക് കിട്ടിയ എക്സ്പോഷർ അല്ല ഇപ്പം ഈ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോ ഈ കുട്ടികള് നമ്മളെക്കാളും അറിവും എക്സ്പോഷറും കൂടുതലുള്ള ആളുകൾ. അപ്പോ പാരന്റിങ് ഈ കുട്ടിയുടെ കൂടെ നിന്നിട്ട് വേണം ആ കുട്ടിയും പഠിച്ചുകൊണ്ട്, ആ കുട്ടിയിൽ നിന്നും പഠിച്ചുകൊണ്ട് വേണം ഒരു പാരന്റിങ് എന്ന് പറയുന്നത് നടത്താൻ വേണ്ടി. അതാണ് ഇതിന്റെ ബേസിക് കാര്യം എന്ന് തോന്നുന്നു. അല്ല, ഇതിനകത്തെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇതിന്റെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. എന്നാൽ കൂടിയും ഇതിനകത്ത് ഇങ്ങനെ മാത്രമല്ലല്ലോ, ഇതിനകത്ത് ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ ഒരു ടീനേജിലുള്ള ആൾക്കാരെയൊക്കെ സ്വാധീനിക്കാവുന്ന ഒരു കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമകള്, പിന്നെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഈവൻ വേറൊന്നും പറയണ്ട, ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ പോലും ഒരു തരത്തിൽ ഇതിന് കാരണമാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഈ മാധ്യമങ്ങളിൽ കുറ്റകൃത്യങ്ങൾക്കുള്ള ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ആളുകൾക്ക് ക്യൂരിയോസിറ്റി. അതായത് അതിന്റെ ഇതിൽ എത്ര പിന്നെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഇതിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതെ, ആൾക്ക് ഇത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഈ സാധനങ്ങൾ കുട്ടികളിലും ഉണ്ട്. അപ്പം കുട്ടികളിലെ ടീനേജിലൊക്കെ അപ്പം നിരന്തരം ഒരു പ്രൈം ടൈമിലൊക്കെ ആവുമ്പോഴും നിരന്തരം ഇത്തരം വാർത്തകള് മാധ്യമങ്ങളാണെങ്കിലും പുറത്തു വിടുമ്പോൾ ഇത് കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. അതിലേക്ക് നിരീക്ഷിക്കുന്ന ഒരു വിഭാഗം പുറത്തുണ്ട് എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ടതാണ്. അതുപോലെ ഈ സിനിമകളൊക്കെ നോക്കി കഴിഞ്ഞാൽ സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അതിൽ നിന്ന് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം വേറെ. അതായത് ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലുള്ള മേർഡർ, ഒരു മേർഡർ നടത്തി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വിദഗ്ധമായിട്ട് ഒളിപ്പിച്ച് വെക്കാം, ഹൈഡ് ചെയ്യാം, പിടിക്കപ്പെടാതിരിക്കാം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു സന്ദേശമാണ് മറ്റേ സിനിമകളിൽ കൂടെ പുറത്തുവിടുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളൊരു സാധനമുണ്ട്. നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു, ഓ ഇതൊന്നും വലിയ പുതുമയില്ല, ഇത് നടക്കുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളൊരു സാധനം ഇപ്പം ആളുകളിലാണെങ്കിലും ഉണ്ടാവുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതൊക്കെയേ വരാനുള്ളൂ. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ പിടിക്കപ്പെടാതിരിക്കാം, ഇതിന്റെ ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് പല രീതിയിൽ, അതായത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇത്തരം മാധ്യമങ്ങളാവട്ടെ, സിനിമകളാവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ കുട്ടികളിലും ടീനേജിലും ഒക്കെയുള്ള ആൾക്കാരിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ ഈ പറഞ്ഞ പോലെ ഇത്തരമുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ട്. ഇത്തരം ഡിവൈസുകളുടെയും സംവിധാനങ്ങളുടെയും അവൈലബിലിറ്റിനെ പറ്റി പറയുമ്പോൾ ആക്സസിബിലിറ്റി കൂടി പറയണം. അതായത് ഇന്നത് ഭയങ്കര ആക്സസിബിൾ ആണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇന്നത് കാണണം എന്നൊക്കെയുള്ള മറ്റേ സാധനം ഉണ്ടെങ്കിലും ഒരു വലിയ ക്രൈം ആയിട്ടുള്ള സിനിമകള് അല്ലെങ്കിൽ ക്രൈമിനെ ഇതാക്കുന്ന സിനിമകളൊക്കെ ചെറിയ കുട്ടികളും കാണുന്നുണ്ട്. അത് ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോമുകളിലൂടെ കാണുന്നുണ്ട്, യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, കുഞ്ഞു കുട്ടികൾ വരെ സോഷ്യൽ മീഡിയ അതിഭീകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇവർ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഓസ്ട്രേലിയ അതേപോലെ ബ്രിട്ടനൊക്കെ നിരോധിച്ചു. അത് ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുന്നതിന്റെ ഭാഗമാണ്, ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികളെ മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്നോ മാറ്റി നിർത്താൻ സാധിക്കില്ല. പക്ഷെ നമുക്കത് അവർ ഉപയോഗിക്കുന്നതിന് എങ്ങനെ ലിമിറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഈ പറഞ്ഞതിനോട് ആഡ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം കുട്ടികൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠനത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇന്ന് അത് കാലം മാറുകയാണ്. ആ ഡിജിറ്റൽ സംവിധാനങ്ങളോട് ചേർന്നുകൊണ്ടാണ് ഈ സംഗതികളെല്ലാം നടക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ അതായത് കേസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ പോലെ സിനിമകളുടെ ഇൻഫ്ലുവൻസ്, അത് വിന്നി പറഞ്ഞതിനോട് ആഡ് ഓൺ ചെയ്ത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദൃശ്യ മോഡൽ കൊലപാതകം എന്നൊക്കെയുള്ള രീതിയിൽ പലതും വരുന്നു. ആ മോഡൽ കൊലപാതകങ്ങൾ നേരത്തെ സംഭവിക്കാത്തതല്ല. ഇപ്പൊ ഞാനാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ഇങ്ങനെയാണ് ഇതിനെ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഹൈഡ് ചെയ്യണം എന്നുള്ളതിന് എനിക്കിന്ന് നിലവിൽ ഒരുപാട് ആക്സസിബിലിറ്റികളുണ്ട്. ഞാൻ സെർച്ച് ചെയ്യാണ് ഇത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, നേരത്തെ ആ ലൂപ്പ് ഹോളിലേക്കും കൂടിയാണ് ഞാൻ വരുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ക്രൈം ഹൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ശിക്ഷ എന്താണ്? ചിലപ്പോ
ഇത്രയും ലാപ്സുകൾ ഞാൻ ചെയ്ത ക്രൈമുകൾ ഇത്രയും സാധനങ്ങൾ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെട്ടാലും എനിക്ക് വളരെ കുറച്ച് ശിക്ഷയെ കിട്ടുള്ളൂ എന്ന് ഒരു തോന്നല് ഈ പറഞ്ഞ സംഗതികളെ നോർമലൈസ് ചെയ്യപ്പെടുകയും ക്രൈം നോർമലൈസ് ചെയ്യപ്പെടുകയും ഇതിന്റെ സീരിയസ്നെസ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇത്ര കാലത്തിനപ്പുറത്തേക്ക് എനിക്ക് ഇനി ലൈഫ് ഉണ്ട്, ഇത് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ ക്രൈം റേറ്റ് കൂടും. അതായത് സിനിമകൾ ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാം, അതിന് ഇങ്ങനെയും കൂടി ഒരു റീസൺ ഈ ക്രൈം നടക്കുന്നതിലുണ്ട് എന്നുള്ളത് കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു വെക്കണം എന്ന് തോന്നുന്നു. ഈ സിനിമയുടെ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറഞ്ഞാലോ ഇത് ഭയങ്കര വലിയ ഡിബേറ്റ് ആണ്. സിനിമ ക്രൈം ഇൻഫ്ലുവൻസ് അങ്ങനെയാണ്. എല്ലാം നല്ല നല്ല സിനിമകൾ വരുമ്പോൾ അതും കണ്ടിട്ട് കാര്യം എന്താ അറിയോ, ഇപ്പോ പിന്നെ ഒരു സിനിമ ഒരു വട്ടം കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നതല്ല. ഒരു സിനിമ ഒരു വട്ടം കണ്ട ആർക്കും ഇൻഫ്ലുവൻസ് ആവണമെന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇതിന്റെ റീലുകൾ ഷോർട്സുകൾ നിരന്തരം കാണും. അതായത് ഒരു 2 മണിക്കൂറുള്ള സിനിമ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കാണുന്നതും ദിവസം മുഴുവൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതിനെങ്ങനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളത് കാണുമ്പോഴും സ്വാധീനിക്കപ്പെടാം. പക്ഷെ സ്വാധീനിക്കപ്പെടുന്നത് എല്ലാവരും സ്വാധീനിക്കപ്പെടുന്നില്ല. അപ്പോഴും ഞാൻ നേരത്തെ ഈ പറഞ്ഞ ആ 4 കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ഒരു ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള ആരെങ്കിലും ആയിരിക്കും ഇതിൽ സ്വാധീനിക്കപ്പെടുന്നത്. ഇപ്പൊ നസീബ പറഞ്ഞതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ഡിജിറ്റൽ തെളിവുകൂടി, അതായത് ഈ ഡിജിറ്റൽ തെളിവുകളുടെ അഭാവമാണ് പല കേസുകളിലും ആളുകൾ രക്ഷപ്പെടാനുള്ള ഒരു റീസൺ പറയുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യന്റെ ഒരു സിസ്റ്റം ഒക്കെ വെച്ചിട്ട് നമുക്കിപ്പോഴും ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളെ ഏത് രീതിയിൽ വരണം എന്നൊക്കെ ഉള്ളത് കേസുകളിൽ വരുന്ന സമയത്ത് എങ്ങനെ തെളിവായിട്ട് എടുക്കണം എന്നുള്ളതിലൊക്കെ ഇപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഓൾറെഡി പറഞ്ഞ പോലെ എഡിറ്റഡ് ആയിട്ടുള്ളതോ കറപ്റ്റഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഓഡിയോകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ തെളിവുകളായിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല, അതിന് പ്രസക്തിയുമില്ല. അതുപോലെ തന്നെ ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹാഷ് വാല്യൂ മാറുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന തെളിവായിട്ട് കൊടുക്കുന്ന സംഗതിയുടെ ഹാഷ് വാല്യൂ മാറുന്നു എന്നുള്ളതാണ്. അതിന് ആളുകൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, കോടതിയിൽ പോലും അത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഇപ്പം ഒരു ക്രൈം നടക്കുന്ന സ്ഥലത്ത് അവിടെ CCTV ഫുട്ടേജ് ഇല്ല, അല്ലെങ്കിൽ മറ്റു ദൃക്സാക്ഷികളില്ല. പല കേസുകളിലും തെളിവായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള തെളിവുകളാണ്. നമുക്ക് ഇതിന്റെയൊക്കെ ഒരു അപര്യാപ്തതയുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ സംവിധാനങ്ങൾ ഇല്ലായ്മയുണ്ട്. എനിക്കൊന്ന് പിന്നെയും കേരളത്തിലൊക്കെ ആയിരിക്കും കൂടുതലും ഇത്തരം സാധനങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്നത്. അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഈ കേസുകൾ എന്താണ് ഇതിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുന്നതിന് റീസൺ ആയിട്ട് വരുന്നത് ഈ പറയുന്ന ഈ തെളിവുകളുടെയൊക്കെ പരിശോധനയും അനാലിസിസും ഒക്കെ ഇതിന്റെയൊക്കെ റിസൾട്ട് ഒക്കെ വൈകുന്നത്, അല്ലെങ്കിൽ ഇത് ഇല്ലാതാവുന്നത്. എനിക്കൊന്നു ഹോം അഫയേഴ്സ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഇതിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അത് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. എനിക്കൊന്നൊരു 4-5 വർഷത്തിനുള്ളിലൊക്കെ വരുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു സാധനങ്ങൾ കൂടി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ നിയമവിദഗ്ധരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുവാണെങ്കിലേ നമ്മൾക്ക് തീരെ എഡ്യൂക്കേഷൻ ഇല്ലാത്തൊരു ഏരിയ ആണ്. നമ്മളുടെ സൊസൈറ്റി നമ്മൾ സിനിമകളും സാഹിത്യത്തിലൊക്കെ നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ചു. പക്ഷെ റിജക്ഷൻ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ആരും കാൽപ്പനികതയ്ക്കപ്പുറം അതെ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇപ്പൊ നമ്മള് ഗ്രീഷ്മ ആ കേസിൽ എടുക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പിന്നെ പലതവണ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിൻവാങ്ങാൻ ഈ കുട്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഷാരോൺ വിശ്വസിച്ചു ഇതാണ് പ്രണയം, യഥാർത്ഥ പ്രണയം എന്ന് വിശ്വസിച്ച് നിന്നു. ഇവിടെ ഒരു ഡീസന്റ് ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്കിടയിൽ ഇല്ല. ബ്രേക്കപ്പ് പറയാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. മാനസികമായിട്ട് പൊരുത്തമില്ലാത്തതാവാം, സാമ്പത്തിക കാരണങ്ങളാവാം, കരിയർ ആവാം, ടോക്സിസിറ്റി ആവാം. എന്ത് കാരണം കൊണ്ടും ഒരു ബന്ധം വഷളാവാം, ബ്രേക്കപ്പ് ആവാം. അപ്പൊ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒരാൾ ബ്രേക്കപ്പ് പറയുമ്പോ, ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ബ്രേക്കപ്പ് പറയുമ്പോ പറയാ എന്താണ് തിരിച്ചും പറയും കേട്ടോ, തിരിച്ചും പറയും. മറ്റേതാണെങ്കിൽ പിന്നെ ആൺകുട്ടിയാണ് പറയുന്നെങ്കിൽ ചതിച്ചു അങ്ങനെയും പറയും. അപ്പോ ഈ തേച്ചു ചതിച്ചു എന്നുള്ള തേപ്പുകാരൻ എന്നുള്ള ലേബൽ കിട്ടുന്നത് പേടിച്ചിട്ട് ചിലപ്പോ എത്ര ബന്ധങ്ങൾ അങ്ങനെ തന്നെ പോകുന്നുണ്ടാകും, കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാകും. അപ്പോ ഈ കണ്ടിന്യൂ ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാരണങ്ങളെല്ലാം വെച്ച്, അതായത് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിൽ നിന്നും
തിരിച്ചു ഇറങ്ങിപ്പോകാൻ ഇറങ്ങി സ്വാതന്ത്ര്യമില്ല. പോകാൻ സ്വാതന്ത്ര്യമില്ലാതിരിക്കും, അല്ലെങ്കിൽ പ്രണയത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, അങ്ങനെ പറയാൻ തോന്നുന്നു. ഇതാണ് പ്രണയം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഒക്കെ കൊണ്ട് അതൊരു കുറ്റകൃത്യത്തിലേക്ക് ചെന്ന് അവസാനിക്കാം. അത് സമൂഹം ഉണ്ടാക്കി അതെ, സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു ഉണ്ടാക്കി. എന്താ പറയാ ഒരു ഭയങ്കര പ്രഷറാണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സമ്മർദ്ദമാണ്. അതല്ലെങ്കിൽ ഇതെന്തോ ഇപ്പം ഒരാളൊരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതെന്തോ ഞാനെന്തോ മോശമാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കും. മറ്റേയാളാണ് വില്ലനാവുക. മറ്റേയാള് വില്ലനാവുക. ഇതിങ്ങനെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇപ്പൊ ഇക്കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ഇത്തരം കേസുകളിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് കൂടുതലും സ്ത്രീകളാണ്. നമ്മൾ ഈ ഇപ്പം നോക്കിയ 3-4 കേസുകളിലും ഈ പ്രതിസ്ഥാനത്തുള്ളത് സ്ത്രീകളാണ്. കൂടെ ഒരു പുരുഷനുണ്ട്, പക്ഷെ ആഘോഷിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അതെ, അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഇതിലെല്ലാം ആഘോഷിക്കപ്പെടുന്ന സ്ത്രീകളായിരിക്കും, പക്ഷെ വേറൊരു പുരുഷനുണ്ട്, അവിടെ ഒരു ആൺ സുഹൃത്തുണ്ട്. ഇതേ സമയത്ത് ഇവര് ഈ ആൺ സുഹൃത്തിനെ വേണ്ടാന്ന് വെച്ച് ഇപ്പം ഇയാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് വിചാരിച്ചോ, അവിടെയും നേരെ തിരിയും. അവിടെ അവള് പണം കണ്ടപ്പോ ഇതായി പോയി എന്നുള്ളൊരു സാധനം വരിക. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമാണ് ഇതിന്റെ ഒരു സാമൂഹിക വിചാരണ നേരിടേണ്ടി വരിക. ഇപ്പം ഈ പുരുഷന്മാര് കുറ്റകൃത്യം ചെയ്യാത്തതുകൊണ്ടല്ലോ, ഇഷ്ടം പോലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, ആസിഡ് ഒഴിക്കുന്നുണ്ട് പ്രണയാഭ്യർത്ഥന. പുരുഷന്മാർക്ക് ക്രൈം എന്തോ എഴുതി കൊടുത്തൊരു അതായത് വീട്ടിൽ കയറി വെട്ടിക്കൊന്നിട്ടുണ്ട് പ്രണയാഭ്യർത്ഥന. പക്ഷെ അവിടെയും ആ പെൺകുട്ടിയുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും എന്ന് പറയാൻ ആൾക്കാരുണ്ട്. അതായത് അവിടെ പുരുഷന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങള് നിരന്തരം നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ചെയ്യാം, അവരുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ദേഷ്യം വരും അന്നേരം ഇങ്ങനെ ഉണ്ടാവാം എന്നുള്ളൊരു സാധനമൊക്കെ വരുന്നുണ്ട്. പക്ഷെ മറ്റെടുത്തോ നേരെ തിരിച്ചാണ്. അതിന്റെ മീമുകൾ വരുന്നത് എങ്ങനെയാ, ട്രോളുകൾ വരുന്നത് എങ്ങനെയാ, കണ്ടിട്ടില്ലേ? ഇതിപ്പോ പിന്നെ നേരത്തെ നീ എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞു, അതെ ബ്രേക്കപ്പ് പറഞ്ഞു നന്നായി, കൊന്നില്ലല്ലോ, ജ്യൂസ് തന്നില്ലല്ലോ. ഇത് അതായത് ഈ ഒരു സാധനം കൃത്യമായിട്ട് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന സമ്മർദ്ദം എന്നുള്ളത് ഇതിന് വേറൊരു കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കുടുംബത്തിന്റെ മാനം കാക്കുക, അല്ലെങ്കിൽ ഇതിന്റെ മാനം കാക്കല് ഈ ഒരു ജെൻഡറിൽ മാത്രം അധിഷ്ഠിതമാകുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഇതെന്ന് തോന്നുന്നു. അത് മാത്രല്ല, ഈ മാനം കാക്കൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ സിയയുടെ കേസിലും പറയുന്നുണ്ട്. അതായത് ഞാൻ ഇതിന്ന് പിന്മാറിയാൽ, ഈ വെഡിങ്ങിൽ നിന്ന് പിന്മാറിയാൽ മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന അപമാനം ഓർത്തിട്ടാണ്, ഇവർക്ക് ആ അപമാനത്തെക്കാൾ ചെറുതാണ് ഒരു മനുഷ്യനെ കൊല്ലുക. അതെ, അതായത് ഒരു വെഡിങ് കോൾ ഓഫ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടും വലിയ ചെറിയ കാര്യമാണ് അവർക്ക് ഒരു മർഡർ നടത്തുക എന്നുള്ളത്. അതാണ് അവരെ സംബന്ധിച്ചിട്ട് കുടുംബത്തിന്റെ നാണക്കേടാണ് അവിടെ വലുത്. എന്റെ കുടുംബം, ഞാൻ ഈ വെഡിങ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബം സമൂഹത്തിന് മുന്നിൽ മോശമാവുമല്ലോ എന്നുള്ളത്. അതങ്ങനെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണല്ലോ ഹെൽത്തി എന്നുള്ളത്. അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായിട്ട് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് അവരുടെ പാരന്റ്സിന്റെ കൂടെ പ്രശ്നമല്ലേ. അത് അവർ അംഗീകരിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ ചിലപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടാവും. അവിടെയാണ് ഇതിൽ ആക്ച്വലി പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് വരുന്നത്, അതായത് ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് വരുന്നത്. അതായത് നമ്മളിപ്പോ 2 പേരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിനെ പറ്റി സംസാരിക്കുമ്പോഴും ഫാമിലി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് കൂടി വലിയ ഘടകമാണ്. അതായത് ഇപ്പം നമുക്ക് മറ്റൊരാളുമായിട്ടൊരു ബന്ധം ഉണ്ട് എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാതെ ഇപ്പുറത്ത് അത് അറിഞ്ഞുകൊണ്ട് മറ്റൊരാളുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നതും, എന്നിട്ട് ഒരു തരത്തിലും അയാളെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കാതെ ഇയാളുമായിട്ടുള്ള നിർബന്ധിത ഒരു വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നത് കൂടി ഈ ക്രൈമിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല, പക്ഷെ ക്രൈമിലേക്ക് ലീഡ് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ ഘടകമാവുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ പോയിന്റ്. എന്താണെന്ന് വെച്ചാലേ, ഈ പാരന്റ്സിന്റെ കുടുംബത്തിന്റെ മാത്രമല്ല, സമൂഹത്തിന്, കുടുംബം വിചാരിക്കുന്നത് സമൂഹത്തിന് മുന്നിൽ നമ്മള് അതെ കൊച്ചായി പോകും, നമ്മളുടെ അന്തസ്സിനും അഭിമാനത്തിനൊക്കെ കോട്ടം തട്ടുന്ന പരിപാടിയാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ക്രൈമുകളില്. ഇപ്പം ഈ കുറ്റവാളി, ഇവർക്കൊരു ഹിസ്റ്ററി ഇല്ല, ക്രിമിനൽ ഹിസ്റ്ററി ഇവർക്കില്ല. ഒരു ഫസ്റ്റ് കൊലപാതകം നടത്തുന്നതാണ്. ഇവര് ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട്, മാക്സിമം അത്ര വർഷം കഴിഞ്ഞിട്ട് ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇവര് സമൂഹം കാണുന്നത് കുറ്റവാളിയായിട്ടാണ്. ഒരു കൊലപാതകം നടന്നു, അതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല, പക്ഷെ ആ കൊലപാതകത്തിന് ഒരുപാട് സർക്കംസ്റ്റാൻസസ്, പിന്നെ ഒരുപാട് ഘടകങ്ങൾ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ പറയുമല്ലോ, ഒരു
കുറ്റവാളി എന്ന് പറയുന്നത് ജനിക്കുമ്പോഴേ ഒരാൾ ആവുന്നില്ല. കുറ്റവാളിയാകുന്നില്ല. പല പല സാഹചര്യങ്ങൾ ആണ് ഒരാളെ കുറ്റവാളിയാക്കുന്നത്. ആ റൂട്ടിലേക്ക് ചെന്ന് അവിടെ പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഈ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വാർത്തയിലേക്ക് പോകും. ഇത് കുറയ്ക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഇവിടെ കൂട്ടബലാത്സംഗങ്ങൾ നടക്കുന്നത്, ഇവിടെ ആസിഡ് ഒഴിക്കുന്നത്, ഇവിടെ ഇതുപോലത്തെ പിന്നെ പ്രീ പ്ലാൻഡ് മർഡറുകൾ ഉണ്ടാവുന്നത്. ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റിയിട്ടും റിലേഷൻഷിപ്പിലെ സ്വാതന്ത്ര്യത്തെയും ബഹുമാനത്തെയും പറ്റിയിട്ടും ഈ വളർന്നു വരുന്ന തലമുറയെ, ഇപ്പോഴുള്ള തലമുറയെ പോലും നമ്മൾ അതിനെ ബോധവാന്മാരാക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് പാരന്റ്സ് തൊട്ടിട്ട് അധ്യാപകർ തൊട്ടിട്ട് സമൂഹത്തിൽ ഓരോരുത്തർക്കും അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. അതാണ്